In rainy seasons, usually we take umbrella or a raincoat when we go outside. But by chance you forgot to take umbrella, rain will come and you will get wet. അപ്പോൾ മഴയുള്ള ദിവസം മഴ പെയ്യാനും ചാൻസ് ഉണ്ട്, പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്, അല്ലേ? So these type of situations we can see in our daily life. Another example, you prepare 4 chapter for an exam, but you didn't study chapter 5. But major questions is asked from the chapter you unprepared. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് എ ചാൻസ്. സോ ദർ ഇസ് എ ചാൻസ് നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ പഠിക്കാത്ത ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒരു ചാൻസ് ഉണ്ട്. ഇഫ് യു ആർ ടോസിങ് എ കോയിൻ, there is a chance for getting head or tail. അല്ലേ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും കിട്ടുക. സോ ദി ഔട്ട്കംസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ആർ ഹെഡ് ഓർ ടെയിൽ. കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡോ അല്ലെങ്കിൽ ടെയിലോ ആണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടിരിക്കാം. വി കാനോട്ട് സ്റ്റോപ്പ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഹെഡ് കംസ്, പിന്നെ ടെയിൽ വരും, again head or tail comes, and so on. Such an experiment is called random experiment. അതായത് സെയിം ഔട്ട്കംസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എക്സ്പെരിമെൻറ്റ്സിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ ത്രോയിങ് എ ഡൈസ്, വാട്ട് ആർ ദി ഔട്ട്കംസ്? ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഇഫ് യു ഗെറ്റ് 1, 2, 3, 4, 5, 6. These are the outcomes of die throwing experiment. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോഴും ഇതിലേതെങ്കിലും ഒരു ഔട്ട്കമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരാം, അല്ലേ? സോ ദിസ് ഈസ് ഓൾസോ എ റാൻഡം എക്സ്പെരിമെൻറ്റ്. Equally likely outcomes. If a coin is tossed several times, the result is shown here. If the number of tosses is 50, we get the number of heads 27 and number of tails 23. 60 times toss ചെയ്താൽ അത് ഹെഡ്സിൻ്റെ എണ്ണം 28ഉം ടെയിൽസിൻ്റെ എണ്ണം 32 ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ടോസസും നമ്പർ ഓഫ് ഹെഡ്സും നമ്പർ ഓഫ് ടെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് ഇഫ് യു ആർ ഇൻക്രീസിങ് ദ tosses, number of tosses, the number of heads and number of tails come closer to close each other. Okay, രണ്ട് ഇവൻറ്റിൻ്റെയും നമ്പേഴ്സ് ക്ലോസർ ആയിട്ട് വരുന്നത് കാണാം. കുറച്ചും കൂടിയും ക്ലോസർ ആയിട്ട് വരും ടോസസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ദിസ് മീൻസ് ദാറ്റ് ഈച്ച് ഓഫ് ദി ഔട്ട്കംസ് ഹാസ് സെയിം ചാൻസ് ഓഫ് ഒക്കറിങ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഔട്ട്കംസിനും സെയിം ചാൻസ് ഓഫ് occurring ആണ്. This is called equally likely outcomes. Now see here, if a coin is tossed, it fall like this. ഒരു കോയിൻ ഹെഡും അല്ല ടെയിലും അല്ലാതെ ഇങ്ങനെയാണ് ഫോൾ ചെയ്യുന്നതെങ്കിൽ, ഓർ നമ്മളൊരു ഡൈ ടോസ് ചെയ്യുന്ന സമയത്ത് ഡൈ ഇങ്ങനെയാണ്, അതായത് ഇവിടെ ഒരു ഔട്ട്കമ്മും നമുക്ക് കാണുന്നില്ല, അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്കം കിട്ടില്ല. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കേസസിൻ്റെ പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ പ്രോബബിലിറ്റി. ചാൻസ് നമുക്ക് മനസ്സിലായി, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഔട്ട്കംസ്, ഇതിനാണ് ചാൻസസ് എന്ന് പറയാം. ദ പ്രോബബിലിറ്റി മീൻസ് ദ നമ്പർ ഓഫ് ഔട്ട്കംസ്, ചാൻസസ്. ഓക്കെ, നമ്മൾ ഈ കിട്ടുന്ന ചാൻസസിന് അല്ലെങ്കിൽ ഔട്ട്കംസിനെ നമ്മൾ നമ്പേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി. ഹിയർ when a coin is tossed, the two outcomes are head or tail. Okay, what is the probability of getting a head? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതുക, ദർ ആർ 2 ഔട്ട്കംസ്. ഔട്ട്കംസ് 2 എണ്ണമാണുള്ളത്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അത് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതും. ദർ ആർ 2 ഔട്ട്കംസ്. ഹെഡ് കിട്ടാനുള്ള ചാൻസ്, ഹെഡ് എന്ന് പറയുന്നത്
ഒന്നാണ്, ഒരു പ്രാവശ്യമുള്ളൂ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇസ് 1/2. ഇനി നമ്മളൊരു ഡൈസ് നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഔട്ട്കംസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഓക്കെ, ദീസ് ആർ 6 ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഔട്ട്കം 2? 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താവുക? 2 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമുള്ള ഒരു ഔട്ട്കമ്മേ ഉള്ളൂ. സോ 1/, ടോട്ടൽ ഔട്ട്കംസ് 6 ആണ്, 1/6. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി കാണുന്നത്. നൗ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഇൻ എ ഡൈ ത്രോയിങ്? ഒരു ഡൈ ത്രോ ചെയ്താൽ അതിൽ ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 3/, there are 3 ഈവൺ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 3/, ടോട്ടൽ ഔട്ട്കംസ് 6. 3/6 is the probability of getting an even number. Now see this example. A bag has 4 red balls and 2 yellow balls. Okay, the balls are identically in all respects other than color. A ball is drawn from the bag without looking into the bag. What is the probability of getting a red ball? Okay, 4 red balls ഉം 2 yellow balls ആണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ എന്താവുക? 4 റെഡ് ബോൾസ് ഉണ്ട്. അപ്പോൾ 4/, ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 6. 4 + 2 6. 4/6 ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 2/3. സോ ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. ഈസ് ഇറ്റ് മോർ ഓർ ലെസ് ദാൻ ഗെറ്റിംഗ് എ യെല്ലോ ബോൾ? അപ്പോൾ യെല്ലോ ബോളിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. ദർ ആർ 2 യെല്ലോ ബോൾസ്. അപ്പോൾ 2/, ടോട്ടൽ ബോൾസ് 6 ആണ്, 2/6, and it is 1/3. So രണ്ടിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? 2/3 and 1/3. So the probability of getting red ball is more than probability of getting yellow ball. Exercise 5.3. See the first question. List the outcomes you can see in these experiments. താഴെ 2 എക്സ്പെരിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഔട്ട്കംസ് ആണ് നമുക്ക് എഴുതാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് സ്പിന്നിങ് എ വീൽ. ഓക്കെ, എ വീൽ ഇസ് ഗിവൺ. ഈ വീലിൽ സ്പിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? A, B, C, D. ആൻഡ് A comes 2 times. പക്ഷേ നമ്മൾ ഔട്ട്കംസ് ഏതൊക്കെയാണ് എഴുതുക? A, B, C, D only. So the outcomes are A, B, C and D. Next, tossing 2 coins together. 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്താൽ, സപ്പോസ് ദീസ് ആർ 2 കോയിൻസ്. 2 കോയിൻസും ഒരുമിച്ച് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കാം? ഇപ്പോൾ ഒരു പ്രാവശ്യം ടോസ് ചെയ്താൽ ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് ആൻഡ് സെക്കൻഡ് കോയിൻ ഓൾസോ ഷോസ് ഹെഡ്. ദെൻ സെക്കൻഡ് ടൈം നമ്മൾ ടോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ, സെക്കൻഡ് കോയിൻ ഓൾസോ ഷോസ് ടെയിൽ. Again we tossed, first coin shows head and second coin toss tail. Again നമ്മൾ ടോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ ആൻഡ് സെക്കൻഡ് കോയിൻ ഷോസ് ഹെഡ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? സോ ദീസ് ആർ ദി ഔട്ട്കംസ് ഓഫ് ടോസിങ് 2 coins together. Second question. When a die is thrown, list the outcomes of an event of getting. First is a prime number. ഒരു ഡൈ ത്രോ ചെയ്താൽ അതിൻ്റെ ഔട്ട്കംസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത്. വി നോ ദാറ്റ് ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 and 6. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പർ കിട്ടാനുള്ള ഔട്ട്കംസ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈം നമ്പർ, അപ്പോൾ നമുക്കറിയാം ഇതാണ് ഔട്ട്കംസ്. അതിലെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5. So the prime numbers are 2, 3, 5. Well, second question, not a prime number. Prime number അല്ലാത്ത ഔട്ട്കംസ്.
ഏതൊക്കെയാണ്? 1, 4, 6. Second part. A number greater than 5. 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതാണ്? 6 ഓൺലി. നെക്സ്റ്റ്, എ നമ്പർ നോട്ട് ഗ്രേറ്റർ ദാൻ 5. 5നേക്കാൾ ഗ്രേറ്റർ അല്ലാത്തത് ഏതൊക്കെയായിരിക്കും? 5നേക്കാൾ താഴെ വരുന്നതൊക്കെ അല്ലേ? യെസ്, 1, 2, 3, 4 and 5. Now, see the third question. Find the probability of the pointer stopping on D in question number 1. Okay, question number 1-ൽ ഇവയിൽ അതിൽ പ്രോബബിലിറ്റിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ദ പോയിൻ്റർ സ്റ്റോപ്പിംഗ് ഓൺ ഡി. ഡിയിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ നമുക്കറിയാം ഡി എന്ന് പറയുന്നത് ഒരു ഔട്ട്കമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് 1 ആൻഡ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഏതിലൊക്കെ വരാം? ഈ സ്പിന്നിങ് വീൽ എവിടേക്ക് സ്റ്റോപ്പ് ചെയ്യാം? എത്ര ഔട്ട്കംസ് ഉണ്ട്? 1, 2, 3, 4, 5. So the probability of the pointer stopping on D is 1/5. Next, probability of getting an ace from a well shuffled deck of 52 playing cards. 52 playing cardsൽ ace കിട്ടാനുള്ള probability നമുക്കറിയാം. There are 52 cards. And how many ace are there? 4 ace are there. Okay. One is a red heart and one is a red diamond. One is a black spade like this. Okay. And other is a black club. Okay. These are the aces in 52 cards. So ഇപ്പോൾ എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ആർ ദർ ആൻഡ് ടോട്ടൽ ഹൗ മെനി cards? 52 cards. So the probability is 4/52. Now see question. Probability of getting a red apple. See the figure below. ഈ ഫിഗറിൽ റെഡ് ആപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. We know that how many outcomes are there? 1, 2, 3, 4, 5, 6, 7. 7 outcomes ഉണ്ട്. ആൻഡ് എത്ര റെഡ് ബോൾസ് ഉണ്ട്? റെഡ് ആപ്പിൾസ് ഉണ്ട്? 1, 2, 3, 4. സോ 4/, ടോട്ടൽ ഔട്ട്കംസ് 7. 4/7. Now see the fourth question. Numbers 1 to 10 are written on a separate slips. One number on one slip. Kept in a box and mixed by. Okay, ഒരു 10 സ്ലിപ്സിൽ 1 മുതൽ 10 വരെ ഓരോ സ്ലിപ്പിലും നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതൊരു ബോക്സിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. 1 slip is chosen from the box without looking into it. അതിൽ ഒരു സ്ലിപ്പ് നമ്മൾ കാണാതെ എടുത്തു. What is the probability of getting a number 6? Okay, fourth question. First part, നമ്പർ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്കറിയാം 1 തൊട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വരെയുള്ള നമ്പേഴ്സാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 6 ഒന്നേ ഉള്ളൂ. അപ്പോൾ 1/, ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? 10. 1/10. സെക്കൻഡ്, ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 6. 6ന് ലെസ്സായിട്ടുള്ള നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ്. ഇപ്പോൾ 6ന് ലെസ് എന്ന് പറയുമ്പോൾ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് വരും അല്ലേ? സോ സെക്കൻഡ് വൺ ഈസ് 5/, ടോട്ടൽ ഔട്ട്കംസ് 10. 5/10. We can simplify this as 1/2. Now third, getting a number greater than 6. 6നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ 6ൻ്റെ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും?
7, 8, 9, 10. There are 4 numbers. Okay, so the probability is 4 by 10. It can be simplified as 2 by 5. Next, fourth, getting a one-digit number. One-digit number kittanalla probability. So we know that one-digit numbers from 1 to 10 are these numbers 1 to 9. 1 to 9 variyulla numbers are one-digit numbers. So the probability is 9 by 10. Now see the fifth question. If you have a spinning wheel with 3 green sectors, 1 blue sector and 1 red sector. ഒരു സ്പിന്നിങ് വീൽ ഉണ്ടെന്ന് വിചാരിക്കുക. സ്പിന്നിങ് വീലിൽ 3 green sectors. Okay. There are 3 green sectors and 1 blue sector and 1 red sector. Okay. What is the probability of getting a green sector? Green sector kittanalla probability. So we can write the probability of getting green sector is equal to, how many green sectors are there? 3. 3 by, and total outcomes 1, 2, 3, 4, 5. Okay. Next is, what is the probability of getting a non-blue sector? We have to find the probability of getting non-blue sector. Blue sector allatha sectors kittanalla probability. അപ്പോൾ നമുക്ക് ബ്ലൂ സെക്ടർ അല്ലാത്തത് ഏതൊക്കെയാണ്? ബ്ലൂ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അല്ലാത്തത് 1, 2, 3, 4. 4 by total outcomes 5. Okay, now see the sixth question. Find the probabilities of the events given in question 2. Question 2 നമ്മൾ ഓൾറെഡി ചെയ്തതായിരുന്നു. Question 2ൽ ഈ ഓരോ കേസിലെയും outcomes നമ്മൾ എഴുതിയിട്ടുണ്ട്. You have to write the probability of each event. Okay, so sixth question is homework. Do it as homework. Okay, so these are for probability section and this chapter is finished. We can take the next chapter in next class. Thank you.